ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ വിദേശത്തുള്ളവരുടെയൊക്കെ എല്ലാവരും സേഫായി ഇരിക്കുന്നു. എൻ്റെ ചേട്ടായും കുവൈറ്റിലാണ്. എൻ്റെ മോനിപ്പം 2 ദിവസമായി വന്ന് പിറ്റേ ദിവസമാണ് അവിടെ ഇതറിഞ്ഞത്, യുദ്ധത്തിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ ആകെപ്പാട് ടെൻഷനാണ്. ചേട്ടായി അവിടെയാണുള്ളത്, കുവൈറ്റിലാണ്. പിന്നെ പുറം രാജ്യത്തുള്ളവരെല്ലാം സേഫായി ഇരിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഓർത്ത് ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാം. എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ആയിരിക്കുമല്ലേ, അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇതായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക. അപ്പം ഞാനൊരു വൻപയറും ചുണ്ടും കൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാമെന്നത്. അപ്പം നമുക്ക് പോയാലോ കറി വെക്കാൻ? അപ്പോൾ എൻ്റെ കൂട്ടുകാരും കൂടെ വാട്ടോ, നമുക്ക് ഒന്നിച്ച് പോയി വെക്കാം. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് കൂടുമല്ലേ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഒന്നിച്ച് പോയി വെക്കാം കേട്ടോ. ബാ. അങ്ങനെ നമ്മൾ വൻപയർ ഇന്നലെ ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു കുറച്ചെടുത്ത്. അപ്പോൾ അത് കുതിർന്നു. അപ്പോൾ അതിൽ കുറച്ച് സാധനം ചേർത്തിട്ട് നമുക്ക് വെക്കാം. മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടിയും കൂടെ വെക്കാം. കുറച്ച് ഉപ്പ്, ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി എടുക്കാം. ഒരു മതി, കുതിർന്നിരിക്കുന്നതല്ലേ. കുതിർന്നിരിക്കുന്ന പെട്ടെന്നാവും. 2 തരി കരിവേപ്പിലയും കൂടി ഇട്ട്, 2 തരി കരിവേപ്പില ഇത്ര ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇത്രയും വെള്ളം വെച്ചിട്ടേ ഉള്ളേ. ഇനി നമുക്കിത് അടച്ച് അടുപ്പത്തേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. ഇനി നമുക്ക് ഈ പയർ വേകുമ്പോൾ തന്നെ ചുണ്ട് തോരൻ വെക്കാം നമുക്ക്. അപ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ചൂടായിക്കോട്ടെ കേട്ടോ. ചീഞ്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യം പറയാം. ഞാൻ ഓരോ വീഡിയോ ഇടുന്നില്ലേ, ഓരോ വീഡിയോ ഇടുന്ന വീഡിയോയ്ക്ക് 2 വീഡിയോയ്ക്ക് ഒരു ചേട്ടൻ കമൻറ്റ്, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്, ഇങ്ങനെ കളിയാക്കിയിട്ടുള്ള രീതിയിലുള്ള സംസാരം. അത് നമ്മുടെ തൊണ്ടിയിലുള്ള ഏഞ്ചൽ എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടനെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ചേട്ടൻ അങ്ങനെ ഇടാമോ? എന്നെ നല്ല പരിചയമുള്ള ചേട്ടൻ എന്നെ ആ ചേട്ടനല്ല ബ്രോ, ഇപ്പോഴത്തെ ഇതിൽ വരുമ്പോൾ ആ ബ്രോയ്ക്ക് നല്ല ഇതല്ലേ. അപ്പോൾ ആ ബ്രോയ്ക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാലും പറയണമല്ലോ ആ ബ്രോയോട്, എന്തിനാ ബ്രോയെ എന്നെ ഇങ്ങനെ പറയുന്നത്? ബ്രോയ്ക്ക് നന്നായിട്ടറിയാം, എൻ്റെ പപ്പേനെ എല്ലാവരെയും അറിയാം. റോബിൻസിലെ മെയിൻ കുക്കായിരുന്നു എൻ്റെ പപ്പ. അപ്പോൾ ആ പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ പുള്ളി എന്നെ കളിയാക്കി, ഇതെന്താ ആർക്കും അറിയത്തില്ലാത്ത എന്നൊക്കെയാണ് പുള്ളി എന്നോട് ചോദിച്ചത്. മെസ്സേജ് ഉണ്ട് പുള്ളിക്ക്, ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ല, വെറുതെ ഞാൻ ആ പുള്ളിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടൻ ബ്രോയ്ക്ക് അറിയാമെങ്കിൽ ബ്രോ വെച്ചോ, അറിയത്തില്ലാത്തവരും ഉണ്ടാവുമല്ലോ എൻ്റെ ബ്രോയെ. അത് കാരണം നമുക്ക് ഹാപ്പി ആയി പോകുന്നതല്ലേ നല്ലത്, ആരോടും ഒന്നും പറയാതെ. അപ്പം ബാ, നമ്മുടെ എണ്ണ ചീഞ്ചിട്ട് ചൂടായി. അപ്പോൾ എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ എടുത്തൊഴിക്കാം. ഇപ്പുറത്തെ കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, പയർ. കുറച്ച് എണ്ണ ഒഴിച്ചു. കടുക് ഇടുവാണേ. കടുകൊന്ന് ചൂടാവട്ടെ.
കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടാം. തീരട്ടെ, പൊട്ടി തീരട്ടെ. വെളുത്തുള്ളി ചേർത്തത്, വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, നല്ല അടിപൊളി സ്മെല്ലാണ്. കറിവേപ്പില നോക്കട്ടെ, മൂത്തിട്ട് നമുക്കിടാം. എല്ലാവർക്കും ചുണ്ടൊക്കെ കിട്ടുമായിരിക്കുമല്ലേ. ചുണ്ടൊക്കെ കിട്ടുമ്പോൾ വൻപയറൊക്കെ കിട്ടുമ്പോൾ വെക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുപോകാതെ ഓരോ ലൈക്കൊക്കെ തരണേ. കണ്ടുപോകുമ്പോൾ മാറ്റി മാറ്റി പോവാതെ അത് കണ്ടിട്ട് എനിക്ക് ലൈക്കൊക്കെ ഇട്ട് തരണം കേട്ടോ. കരിവേപ്പില, അത് നന്നായിട്ട് മൂത്തു. ഇനി ചതച്ച് വെച്ച മുളക്, തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇടേണ്ടത് മെയിൻ താരങ്ങൾ ഇടണ്ടേ. സവാള, പച്ചമുളക്. ഞാൻ ഇതേ തന്നെ ആട്ടോ അരിഞ്ഞ് വെച്ച്. കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പലക കൊടുത്തതാട്ടോ ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചുണ്ടരിഞ്ഞത് കഴുകി വാരി വെള്ളമൊക്കെ പോയി കെട്ടിട്ട് എൻ്റെ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഇതാട്ടോ. വലിയ ഇതൊന്നുമല്ല, ഞാൻ ഒരു പലക എടുത്തിട്ട് ആക്കി വെച്ചേക്കുന്നതാണ്. അതാണ് എൻ്റെ കട്ടിംഗ് ബോർഡ്. അതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പയറിൻ്റെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, നമ്മൾ ചുണ്ടിൻ്റെ പയർ ഇതിട്ടില്ലല്ലോ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ 2 കറി ജീരകം കൂടി ഇടാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇടയ്ക്കിടും. ജീരകമൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് നിന്നാണ് മോൻ വന്നിട്ടുണ്ട്. മോനിപ്പോൾ വെച്ചും പിന്നെ എൻ്റെ അമ്മമാർക്കൊക്കെ ഇടയ്ക്കൊക്കെ വയറ്റിലേക്ക് ചെല്ലണ്ടേ, അവർക്ക് ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ്. എല്ലാവരും സേഫായി ഇരിക്കണേ. ചേട്ടായി രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു സേഫാണോ എന്ന്. സേഫാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അവരുടെ തൊട്ടടുത്തൊക്കെ ഇതായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. ഒരു വിസിൽ ഒന്നും കൂടെ വന്നു നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. നമുക്ക് ഓഫാക്കി വെക്കാം. പിന്നെ നമുക്ക് ചുണ്ടും മൂടി വെക്കാം. ആവി കിടന്ന് വേവട്ടെ. തീ കുറച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചുണ്ടും വെന്തോട്ടോ. ചുണ്ടും പയറൊക്കെ ആയി. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ചുണ്ടും ഇളക്കിയിടാം. നന്നായിട്ട് വെന്തോട്ടോ. ചുട്ട് ഉപ്പിട്ടോന്ന് നോക്കിയതാട്ടോ. ഇല്ല, നമ്മൾ പയറിൻ്റെ അകത്ത് ഉപ്പിട്ട കാരണം ഈ സംശയമുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ചുണ്ട് റെഡിയായോ നോക്കണ്ടേ. ഇതേ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ട്, വെള്ളമൊന്നുമില്ലേ. നമ്മൾ ഒറ്റ വെള്ളം കൊണ്ട് നന്നായിട്ട് വെന്തുകയും ചെയ്ത്. ഇനി നമുക്ക് ഇതിലേക്ക് കുടഞ്ഞിടാം. കണ്ടോ, വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയി കിട്ടും. എന്നാൽ നമ്മൾ തോരൻ വെച്ചാൽ ഇരിക്കുള്ളൂ. നല്ല
ഇനി ചുണ്ടും പയറും എല്ലാം കൂടെ തേങ്ങയും എരിവും എല്ലാം കൂടെ ഒന്ന് സെറ്റാവട്ടെ. ഒന്ന് നന്നായിട്ട് അരപ്പെല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ ചെറു ചൂടിൽ കുറച്ച് നേരം കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചുണ്ടുതോരൻ റെഡിയായി കേട്ടോ. ചുണ്ടുതോരൻ ഇതുണ്ട്, ചുണ്ടുതോരൻ റെഡിയായി. ഇനി എങ്ങനെയുണ്ടെന്ന് ഞാൻ കൂട്ടി കാണിച്ചു തരാം. ഇതുണ്ടോ, അടിപൊളിയായി ചുണ്ടുതോരനായി കേട്ടോ. ഇനി എങ്ങനെയുണ്ടെന്ന് കൂട്ടി കാണിച്ചു തരാം. പാകത്തിനെരിവ്, ഉപ്പ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിൻ്റെയാണ് കൂടുതലും. വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് നല്ലത്. അങ്ങനത്തെ തോരനൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളി ചതച്ചിടുകയാണെങ്കിൽ നല്ല സ്വാദ് ഉണ്ടാവും. അതിൻ്റെ സ്മെല്ലും നല്ല, നമ്മളിപ്പോൾ ചിക്കൻ കറിയൊക്കെ ബീഫൊക്കെ കറിയൊക്കെ ഒരു ലേശം വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്. അതിൻ്റെ ഇടയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. കണ്ടിട്ട് മാറരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പ്ലീസ്. ബായ്.